നിയമ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യൻ മൈനോറിറ്റിയുടെ ശബ്ദമായി മാറിയ രാജ്യസഭ എംപിയും സുപ്രീം കോടതി ലോയറുമായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനാണ് ഇന്ന് നമ്മളൊപ്പം ചേരുന്നത്. സർ, നമസ്കാരം. നമസ്കാരം. നമുക്ക് മൈനോറിറ്റിയിൽ നിന്ന് തുടങ്ങാം. അപ്പം ഇന്ത്യൻ മൈനോറിറ്റിക്ക് വേണ്ടി സംസാരിക്കാനും അതിനുവേണ്ടി നിയമപോരാട്ടം നടത്താനും ഉണ്ടായ ജീവിത സാഹചര്യം എന്താണ്? അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട സാഹചര്യം എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. നമ്മളിപ്പോൾ ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മുസ്ലിം സമുദായമാണ്. പക്ഷേ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു കൂട്ടായ്മയ്ക്ക് തന്നെ ഉള്ളൊരു പ്രശ്നമാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ഒരു സംഗതി അല്ല അത്. നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് എല്ലാവരും തുല്യരാണ്, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷമാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം നമ്മളുടെ ഈ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ബഹുസ്വര സമൂഹമാണ്, വൈവിധ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇപ്പോൾ കേരളത്തിൽ കാണുന്ന പോലത്തെയുള്ള ആളുകളെല്ലാം തമിഴ്നാട്ടിലോ കർണാടകത്തിലോ കാണുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല അവർ കഴിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്ന ഭാഷയല്ല അവർ സംസാരിക്കുന്നത്, അതേപോലെ നമ്മുടെ സംസ്കാരമല്ല ഇപ്പോൾ യു പിയിലോ കാശ്മീരോ പോയാൽ നമ്മുടെ സംസ്കാരം. അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ഈ രാജ്യം എന്ന് പറയുന്നത് ഒരു വൈവിധ്യങ്ങളും കൊണ്ടുള്ള ഒരു കലവറയാണ്. ഇതുപോലത്തെ രാജ്യം വേറെ ലോകത്ത് എവിടെ ഉണ്ടാവില്ല. ആ രാജ്യത്തെ ഒന്നിപ്പിച്ച് നിൽക്കുന്ന ഒരു ഭരണഘടന നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഭരണഘടനയിൽ എല്ലാവരെയും സംരക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ നിങ്ങളൊക്കെ ചെറുപ്പമാണ്, നമ്മളുടെയൊക്കെ ഒരു കാലം ഞങ്ങളെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ പറയുന്ന പോലെ ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ ആരും പറഞ്ഞവൾ വിളിക്കാറ് പോലുമില്ല. നമ്മൾ മുസ്ലിമാണോ, എന്താണ് മതം, ജാതി എന്നൊന്നും നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറില്ല. പക്ഷേ 2014 ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ കഴിഞ്ഞ ഈ പറയുന്ന ഒരു 11 കൊല്ലമായിട്ട് ഉള്ള ഈ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ അത് ആ പാർട്ടിയുടെ ഒരു അജണ്ടയാണ്, ആ പാർട്ടിയുടെ ഒരു പോളിസിയാണ്. അതിൻ്റെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഉണ്ടല്ലോ, ആ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും തമ്മിൽ അകറ്റുന്നത്. ഇപ്പോഴും ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരു ഭൂരിപക്ഷ സമുദായങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവർക്കത് അകറ്റി നിർത്തിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഞങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പോളിസി എടുത്തു കഴിഞ്ഞാലാണ് വോട്ട് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അവരുടെ ഒരു പോളിസി. അങ്ങനെ വരുമ്പോൾ എന്താണ്, ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട പല അവകാശങ്ങളും അവർ നിഷേധിച്ചു വെക്കുകയാണ്. വെറും ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു പ്രാതിനിധ്യം, നമുക്ക് എല്ലായിടത്തും പ്രാതിനിധ്യം വേണമെന്നുള്ളതാണ്. എല്ലാ സമുദായങ്ങൾക്കും ഈ പറയുന്ന പോലെ ജനസംഖ്യാനുപാതികമായിട്ട് പ്രാതിനിധ്യം വേണമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പാർലമെന്റ് നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് ഇത്രയും അംഗങ്ങളുണ്ട്, ഒരൊറ്റ അംഗം പോലും മുസ്ലിം സമുദായത്തിൽ ഒരു അംഗമില്ല അവർക്ക്. അപ്പോൾ പ്രാതിനിധ്യം കൊടുക്കണ്ട എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അങ്ങനെ ഓരോ സ്ഥലത്തും എവിടെയാണോ നമ്മളുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പറ്റുന്നത്, അതായത് പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പറ്റുന്നത്, അവിടെ എല്ലാവരും നിഷേധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ നമുക്ക് പ്രതികരിക്കേണ്ട സംഗതി വരേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡൽഹിയിലാണല്ലോ ഇതിൻ്റെ എല്ലാം ഒരു സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെല്ലാം സത്യം പറഞ്ഞാൽ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്, ഇപ്പോഴും സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. ഡൽഹിയിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലത്തെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഇവിടെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ പറയുന്ന എന്തെങ്കിലും ഈ പറയുന്ന പോലത്തെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളോട് കാണിക്കുന്ന ഒരു അസമത്വം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത് ഡൽഹിയിൽ നിന്നാണ്. അപ്പം ഞാനിപ്പോൾ നിയമ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കത് വെറുതെ നിന്ന് നോക്കി കാണാൻ പറ്റില്ല. അപ്പം ഞാൻ തന്നെ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇതെല്ലാം ഹർജികളെല്ലാം ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് തൽപര കക്ഷികളായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും, അവർ ഇതിനകത്ത് നമ്മുടെ കൂടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരിലായിരിക്കും ഹർജികളൊക്കെ ഫയൽ ചെയ്ത് അങ്ങനെ ഓരോ ഇഷ്യൂ നമ്മൾ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരും. കാരണം നമുക്കിപ്പോൾ ഈ എക്സിക്യൂട്ടീവ് എന്തെങ്കിലും ഇങ്ങനത്തെ നിയമ ലംഘനങ്ങൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കോടതിയെ സമീപിക്കാനേ പറ്റുള്ളൂ. വേറെ മാർഗങ്ങളൊന്നും നമ്മുടെ ജനാധിപത്യ ഇതിനകത്തില്ല, പിന്നെ സമരങ്ങൾ നടത്താമെന്ന് മാത്രം. അപ്പോൾ എനിക്ക് പറ്റിയ മാർഗം എന്ന് പറയുന്നത് ഇതുപോലത്തെ എന്തെങ്കിലും ലംഘനങ്ങളുണ്ടെങ്കിൽ അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ കഴിഞ്ഞ 11-12 കൊല്ലമായിട്ട് ഇത് തന്നെയാണ് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിരന്തരമായിട്ട് ഞാൻ കോടതിയിലുള്ളത് പോലെയുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നത്. ഇപ്പോൾ 2014 മുമ്പ് ഈ തരത്തിലുള്ള ഒരു ഇടപെടൽ എനിക്ക് ആവശ്യമുണ്ടായിട്ടില്ല, കാരണം അന്നൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള ഇടപെടലുകളിൽ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നടത്തേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂനപക്ഷത്തിനെ കുറിച്ച് ചോദിക്കുന്നതിന് പറയുകയാണ്, ഇപ്പം CAA NRC വിഷയങ്ങളുടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്? ഈ പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ്.
ആ നിയമത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് മതം മാനദണ്ഡമാക്കിയിട്ടൊരു നിയമം കൊണ്ടുവന്നേക്കണം. എന്ന് വെച്ചാൽ നമ്മൾ പൗരത്വം കൊടുക്കേണ്ട മാനദണ്ഡം എന്തെല്ലാമാണെന്ന് ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഇപ്പോൾ പറഞ്ഞ മെയിൻ സംഗതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ അവർക്കെല്ലാം പൗരത്വം കൊടുക്കാമെന്നാണ് ഭരണഘടന പറഞ്ഞിരിക്കുന്നത്. ഈ കൊണ്ടുവന്ന നിയമത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അഭയാർത്ഥി എന്ന് പറയുന്നത് വെറും അഭയാർത്ഥി ആവരുത്, ഹൈന്ദവ അഭയാർത്ഥി ആകണം, ക്രൈസ്തവ അഭയാർത്ഥിയാകണം, സിഖ് ആകണം, ജൈനനാകണം, പാർസി ആകണം, ബുദ്ധനാവണം. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മതമാണ് മാനദണ്ഡം ഈ പറയുന്ന നിയമത്തിന്. അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഭരണഘടനയിൽ ഒരിക്കലും മതം മാനദണ്ഡമാക്കി ഒരു നിയമവും പാസ്സാക്കാൻ പാടില്ല. പ്രത്യേകിച്ച് പൗരത്വം. മുസ്ലിം ആയിട്ടുള്ള ഒരു അഭയാർത്ഥിക്ക് പൗരത്വം നൽകില്ല എന്നാണ് പറയുന്നത്. അതിനെതിരെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോടതിയിൽ പോയത്. അവരാണ് ആദ്യത്തെ ഹർജി കൊടുത്തിരിക്കുന്നത്. ആ ഹർജി ഇപ്പോഴും സുപ്രീം കോടതി പരിഗണനയിലാണ്. പക്ഷേ അതിനകത്ത് വേറെ സ്റ്റേ ഒന്നുമില്ല. അതുകൊണ്ട് അവർക്ക് ചട്ടങ്ങൾ ഉണ്ടാക്കി അത് പ്രാബല്യത്തിൽ വരുത്താനുള്ള ഒരു തടസ്സമൊന്നുമില്ല. പക്ഷെ അവർ അത് പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്തു. പക്ഷേ അവരെ സംബന്ധിച്ച് ബംഗാൾ തെരഞ്ഞെടുപ്പിലായിരുന്നു അത് ഏറ്റവും കൂടുതൽ ഏശേണ്ടിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊന്നും അത് യാതൊരു വിധത്തിലുള്ള ഒരു അനക്കം ഉണ്ടാക്കാത്തത് കാരണം കേന്ദ്ര സർക്കാർ തന്നെ മടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ പെൻഡിങ് ആണ്. അങ്ങനെ ആകുമ്പം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കേണ്ട ഒന്നാണ് SIR. അത് ഇത്ര ധൃതിയിൽ നടക്കാൻ ഇതുമായിട്ട് ബന്ധമുണ്ടോ? അതിൻ്റെ ലക്ഷ്യം എന്താണ് SIR? അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, പൗരത്വത്തിൻ്റെ ചോദ്യം ഉണ്ടല്ലോ. ആ പൗരത്വ ഈ നിയമത്തിന് അത്രമാത്രം ഒരു ബുദ്ധിമുട്ടോ വെല്ലുവിളിയോ നമ്മൾ സംബന്ധിച്ചില്ല. ഒരു പൗരനല്ലാത്ത ഒരാൾക്ക് പൗരത്വം കൊടുക്കുക എന്നുള്ളതാണ് ആ നിയമം. അത് പൗരനല്ലാത്തൊരു അഭയാർത്ഥിക്ക്. ഒരു പൗരനായിട്ട് ഒരാളുടെ പൗരത്വം എടുത്തു കളയുന്നില്ല ആ നിയമം. പക്ഷേ അതിൻ്റെ കൂടെ വരാൻ സാധ്യതയുള്ള NRC ഉണ്ട്, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗരനായിട്ടുള്ള ആൾക്ക് അവർ പറയുന്ന രേഖകൾ കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ അയാളുടെ പൗരത്വം തന്നെ നഷ്ടപ്പെടാം. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ പ്രശ്നങ്ങളും ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം ഉള്ളത് കാരണം അതിന് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സംഗതിയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടെ അവർ ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ജോലി എന്താണ്? തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പോരെ അവർക്ക്. ഇപ്പോൾ അവരെന്താ ചെയ്യണത്? തെരഞ്ഞെടുപ്പ് നടത്തുക എന്നല്ല, ഓരോരുത്തരുടെ പൗരത്വം തെളിയിക്കുക എന്നുള്ള കാര്യവുമായിട്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ റോളല്ല അത്, അവരുടെ അധികാരപരിധി അല്ല അത്. ഒരു പൗരൻ്റെ അടുത്ത് ചോദിക്കണം, ഒരു ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആദ്യം പൗരത്വം തെളിയിക്കുക, അതിന് ശേഷം നിങ്ങൾക്ക് വോട്ടറാവാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ അന്ന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ്. അവർ പറയുന്ന രേഖകളിൽ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർ വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരും താമസിക്കുന്ന ആളല്ല, അതുകൊണ്ട് അവൻ വോട്ടറല്ല എന്ന് പറയുമ്പോൾ അത് ഇൻഡയറക്റ്റ് ആയിട്ട് പൗരനല്ല എന്ന രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ പൗരത്വം തെളിയിക്കൂ, അതിനുശേഷം വോട്ടർ പട്ടികയിൽ കയറൂ എന്നുള്ളതാണ് ഇപ്പോൾ SIRനെ കുറിച്ചുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. ഓക്കെ. അപ്പം ഈ അടുത്ത കാലത്തെ ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കോടതി വിധികളിൽ വന്ന പ്രകടമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും? എന്ന് വെച്ചാൽ ഈ കോടതികളുടെ സ്വഭാവം കേന്ദ്രത്തിലിരിക്കുന്ന ഗവൺമെൻറ്റുകളുടെ ആശ്രയിച്ച് മാറാറുണ്ട്. ഇപ്പോൾ മൃഗീയ ഭൂരിപക്ഷമായിട്ട് ഏതെങ്കിലും ഒരു സർക്കാർ കേന്ദ്രം ഭരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് ജുഡീഷ്യറിയിലും സംഭവിക്കും. അത് നമ്മൾ നേരത്തെ കണ്ടേക്കണം. ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിരിക്കുന്നതാണ്. ആ സമയത്തുള്ള വിധികളെല്ലാം ഇന്ദിരാഗാന്ധി എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്, അതിനെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് ഒപ്പിടുന്ന ഒരു ജുഡീഷ്യറി നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ 2014 ശേഷമാണ് അതിൻ്റെ ഒരു ആവർത്തനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സർക്കാർ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത്, എല്ലാം നോക്കി അത് ഒപ്പിടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ജുഡീഷ്യറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറേ നാളുകളായിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ അങ്ങനെ തന്നെ ആവണമെന്നില്ല, കുറേ മറിച്ചുള്ള വിധികളും വരുന്നുണ്ട്. പക്ഷേ ചില ജഡ്ജിമാരുടെയൊക്കെ അതിന് ശേഷമുള്ള സമീപനം എന്നൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസ്യത നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ജസ്റ്റിസ് ചന്ദ്രചൂഡ്, അദ്ദേഹം ബാബറി മസ്ജിദ് അയോധ്യയുടെ വിധിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞൊരു പറച്ചിലുണ്ട്, എനിക്ക് ഈ വിധി എഴുതാൻ വേണ്ടിയിട്ട് ദൈവവിളി ഉണ്ടായി, അങ്ങനെയാണ് ഈ വിധി വന്നതെന്ന്. ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ആ വിധി അസാധുവാക്കേണ്ടതാണ്. കാരണം വിധി എഴുതേണ്ടത് ദൈവവിളി കൊണ്ടല്ല, ഭരണഘടനയും നിയമപുസ്തകവും നോക്കി നിയമം എന്താണെന്ന് നോക്കിയിട്ടാണ് വിധി എഴുതേണ്ടത്. അപ്പോൾ പുള്ളി എഴുതിയ വിധി ദൈവവിളി കൊണ്ട് എഴുതിയ വിധിയാണെന്നുണ്ടെങ്കിൽ ആ വിധി അതോടുകൂടി തന്നെ അസാധുവാക്കേണ്ടതാണ്. മാത്രമല്ല അന്ന് അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്താണ് പ്രധാനമന്ത്രി മോദിയെ വീട്ടിൽ വിളിച്ചിട്ട് ഗണേശോത്സവത്തിൻ്റെ പൂജ ഒരുമിച്ച് നടത്തിയതൊക്കെ. അപ്പോൾ ഇത് ജനങ്ങളിലുള്ള വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത്. കാരണം ജനങ്ങൾ നോക്കുമ്പോൾ എന്താണ്, ഈ കോടതിയിലുള്ള കേസിൽ ഭൂരിഭാഗം കേസുകളിലും ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരായിരിക്കും, കേന്ദ്ര സർക്കാരിനെതിരായിരിക്കും കേസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരായിരിക്കും ഒരു പൗരനെതിരെ കേസ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കോടതിയിൽ കേസിലെ ഒരു ഭാഗത്ത് കക്ഷിയായിരിക്കുന്ന ഒരാളാണ്
ഈ പറയുന്ന എക്സിക്യൂട്ടീവ്, ആ എക്സിക്യൂട്ടീവിൻ്റെ ഹെഡാണ് പ്രധാനമന്ത്രിയുടെ കൂടെ ഇയാൾ അവിടെ ഇരുന്നിട്ട് പൂജ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് രീതിയിലുള്ള സന്ദേശമാണ് പൊതുജനങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വലിയ രീതിയിൽ വിശ്വാസ്യത കുറയാൻ സാധ്യതയുണ്ട്. നമ്മൾ ജുഡീഷ്യറി സംബന്ധിച്ചിടത്തോളം എത്രമാത്രം മോശപ്പെട്ട എക്സിക്യൂട്ടീവാണ്, എത്രമാത്രം മോശപ്പെട്ട നിയമനിർമ്മാണ സഭകളാണ് പൊതുജനങ്ങളെ സംബന്ധിച്ച് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന, ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്ത് അനീതി ഉണ്ടായാലും അത് കോടതി ത്രൂ ആണ് പരിഹരിക്കപ്പെടേണ്ടത്. കോടതി എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഒരു സ്ഥാപനമാണ്. ഇവരെല്ലാവരെയും അടിച്ചു താഴെയിടാനുള്ള അധികാരമുള്ള സ്ഥാപനമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പൗരത്വ നിയമം പാസ്സാക്കി, നിങ്ങൾ ഈ പറഞ്ഞ പോലെ വഖഫ് നിയമം പാസ്സാക്കി, SIR പാസ്സാക്കി, ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് അടിച്ച് താഴെയിടാൻ പറ്റി, അസാധുവാക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് കോടതി എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം വിശ്വാസ്യതയും അത്രമാത്രം അധികാരം കൊടുത്തേക്കുന്ന ഒരു സംഗതിയാണ്. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യ നട്ടെല്ലെന്ന് പറയുന്നത്. അത് ആ നട്ടെല്ല് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരോടെ വന്നു കഴിയുമ്പോൾ ഇത് ശോഷിക്കുക, എൻ്റെ ഒരു പതിവാണത്, എൻ്റെ ഒരു സ്വഭാവമാണത്. ആ സ്വഭാവത്തിൽ നിന്ന് കയറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോണ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത്. നമുക്ക് പൊതുജനങ്ങളിലേക്ക് ഇതിൻ്റെ വിശ്വാസ്യത ഇനിയും അത് ബലപ്പെടുത്തണം. ഓക്കെ, പിന്നെ അവസാനത്തെ ചോദ്യത്തിൽ കൂടി പോവാം. ഇപ്പം തട്ടടൽ ഇസ്ലാമിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. പക്ഷേ കോടതി വിധിയിൽ, കഴിഞ്ഞ കർണാടക ഇഷ്യൂവിൽ കോടതി വിധിയിൽ അതിന് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല. അതെന്തുകൊണ്ടായിരിക്കാം? കർണാടക കോടതിയുടെ വിധിയിൽ നിങ്ങൾ പറഞ്ഞ പോലെ വളരെ കറക്റ്റാണ്, പരിഗണന കിട്ടിയില്ല. അതിനെതിരെ അപ്പീൽ നമ്മൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. സുപ്രീം കോടതിയിൽ ഒരാഴ്ചത്തോളം വാദം നടന്നു. അപ്പോൾ വാദം നടന്നപ്പോൾ അതിനകത്ത് ഒരു കക്ഷിക്ക് വേണ്ടി ഞാനും ഉണ്ടായിരുന്നു. ഈ അവിഭാജ്യ തട്ടമിടൽ ഇസ്ലാമിക മതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കണമെന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മളിപ്പോൾ അവിഭാജ്യ ഘടകമാണ് തെളിയിക്കണത് എങ്ങനെയാണ്? നമ്മൾ ഖുറാനിൻ്റെ ആയത്തോളോ സൂറത്തോളോ കാണിച്ചിട്ടാണല്ലോ. അത് നമ്മൾ കാണിച്ച് അതിൻ്റെ ആ ഖുറാനും അതേപോലെ അതിൻ്റെ ട്രാൻസ്ലേഷനും എല്ലാം അവിടെ കൊടുത്തു. ജഡ്ജിമാർക്ക് മനസ്സിലായി. അവസാനം 2 ജഡ്ജിമാരാണ് കേട്ടത്. ഒരു ജഡ്ജി പറഞ്ഞു, ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് അയാൾ സമ്മതിച്ച്, അതുകൊണ്ട് തട്ടമിടൽ എല്ലാവരുടെയും ഒരു മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആ ജഡ്ജി നമുക്ക് അനുകൂലമായിട്ട് വിധിച്ചു. പക്ഷേ മറ്റ് ജഡ്ജി കർണാടക ഹൈക്കോടതി പറഞ്ഞാണ് ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു വിധി വന്നു. അപ്പോൾ രണ്ടുപേരും 2 വിധത്തിലാണ് വിധിച്ചേക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു ഫൈനാലിറ്റി ഇല്ലാതെ ഇനി ഒരു മൂന്നാമത്തെ ബെഞ്ചിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഉറപ്പായിട്ടും ഇതിപ്പോൾ തട്ടമിടൽ ഒരു മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്, മൗലികാവകാശത്തിന്റെ ഭാഗമാണ്. ഒരു കന്യാസ്ത്രീക്ക് ശിരോവസ്ത്രം ധരിക്കുന്ന അതേ അവകാശം തന്നെയാണ് ഒരു മുസ്ലിം പെൺകുട്ടിക്ക് തട്ടമിടുക എന്നുള്ളത്. 2 പേർക്കും അത് മൗലികാവകാശത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതിനകത്ത് കോടതി ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പം കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് പേര് നന്ദി നൽകിയ സാറിന് ഒരുപാട് നന്ദി.